prayer ഞാനാണ്. Okay. Dear Jesus, thank you for a new day. Be with us today. Lead us to the kind, right way. Help us to be kind to one another. Fill our minds with wisdom and our hearts with joy. May we face each day with hope, confidence, and love. We ask this through Christ our Lord. Amen. Amen. Okay. Next. Thought of the day. Yes. Parnyo. Every new day is another chance to change your life. Yes. അടുത്തത് വെൽക്കം. അരുലേ വെൽക്കം. മാം ഞാൻ പറയാറില്ലെങ്കിൽ. ശരി. Good morning everyone. You are all welcome to our class. I am so happy to see you together here. I hope the class will be great and successful. I hope you will enjoy the class. Have a good day. Thank you for our joining us. ഓക്കെ കഴിഞ്ഞോ? ശരി. ഇച്ചിരി ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അച്ചുവിന്റെ സൗണ്ട് എന്താണാവോ? ഫോണിന്റെ കംപ്ലൈന്റ് മാറിയില്ല? മാറി മാം. മഴയായത് റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് ആണോ പ്രശ്നം? യെസ്. ഓക്കെ സാരില്ല. അപ്പൊ വെൽക്കം ഓൾ ഓഫ് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ടല്ലേ നമുക്ക് എടുക്കാൻ? യെസ് മാം. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. അതെ പേജ് നമ്പർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. എത്ര പേരുള്ള? ഓക്കെ. എത്ര പേരുണ്ട്? 6 പേരോ 7 പേരോ? 8 പേര്. 8 പേര്. ഓഹോ, ഭയങ്കര സ്ട്രെങ്ത് ആണല്ലോ. മഴയൊക്കെ ഇതുകൊണ്ടേ ചിലപ്പോ ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. ഓക്കെ. മാം പേജ് നമ്പർ 160. അതെ എത്തുന്നു. ഓക്കെ. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് അല്ലേ? ഇതല്ലേ എടുക്കേണ്ടത്? ഓക്കെ. അപ്പൊ ഇതൊക്കെ വായിച്ചോ നിങ്ങള്? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതൊക്കെ ഇവിടെ ഇരുന്ന് വായിച്ചു. ഓക്കെ, ശരിയാണ്. പക്ഷെ നമ്മള് വീട്ടിൽ ഒന്നുകൂടി വായിച്ചൊക്കെ മനസ്സിലാക്കിയോ സെന്റൻസ് ഒക്കെ? ഓക്കെ, നല്ല കാര്യം. യെസ്. അപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. സോ നമുക്കറിയാം ഒരു സ്കൂളില് കുട്ടികളെ കൂടുതലും പാരന്റ്സേ ഒരു സ്കൂളിലേക്ക് വിടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നറിയോ? നല്ലൊരു മാനറിസംസ്, നല്ല ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഏറ്റവും വലുത്. കാരണം ഇപ്പോഴത്തെ കാലത്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ പെരുമാറ്റങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കുട്ടികളെ തല്ലാൻ പാടില്ല അല്ലെ, കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒച്ചപ്പാട് അവരോട് എടുക്കാൻ പാടില്ല, അവരെ വഴക്ക് പറയുന്നതൊക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിട്ട് എടുത്ത് ഇന്ന് നമ്മൾ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ. കുട്ടികള് എന്താ പറയാ പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള വഴക്ക് പറച്ചിലോ അല്ലെങ്കിൽ തല്ലോ ഒക്കെ എന്താ പറയാ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ട്, അവർക്ക് സഹിക്കാൻ പറ്റാണ്ട് പല എന്താ പറയാ ബുദ്ധിമോശവും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും അല്ലെ, വാർത്തയിലൂടെയും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ചില ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പരാജയവും ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലും എപ്പോഴും എന്റെ ജീവിതത്തിൽ പരാജയം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്തുണ്ടാകും, പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോ തോറ്റുപോകും. നമ്മളെക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നവരും നമ്മുടെ മുന്നിൽ ഉണ്ടാകുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഫെയിലിയർ ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ശരി, ആ ഒരു ഫെയിലിയറിനെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഫെയിലിയർ ആണ്, ശരി. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തോൽവികൾ ഉണ്ടാകും. പക്ഷെ തോൽവികളെ നമുക്ക് വിജയമാക്കി അടുത്ത സമയങ്ങളിൽ പറ്റണം അല്ലെ, ആക്കാൻ പറ്റണം എന്നുള്ളത് നമ്മളുടെ
ട്രൈ ആണ്, നമ്മളുടെ അറ്റംപ്റ്റ് ആണ്, അല്ലെ? നെവർ ഗീവ് അപ്പ്. നമ്മളൊരു തോൽവി ഏറ്റുവാങ്ങിയിട്ട് എവിടെയെങ്കിലും മൂലൊക്കെ പോയിരിക്കുകയല്ല, നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം, അല്ലെ? ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതെല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ ഒരുക്കുന്നത്, അതിന്റെ അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതൊക്കെ അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, അല്ലെ, ഡിസിപ്ലിൻ, ഇതിലൊക്കെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതൽ പാരന്റ്സും കൂടുതലും ഡിസിപ്ലിനറി ട്രെയിനിങ് ആണ് സ്കൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അവർ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് തന്റെ കുട്ടികൾ വരണം എന്തിനേക്കാൾ റാദർ ദാൻ ദ ബുക്ക് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ എന്താ, ബുക്കിലുള്ള കാര്യം ഓക്കെ, നമുക്ക് പഠിപ്പിക്കണം, എന്താ പറയാ, അക്ഷരങ്ങൾ പഠിപ്പിക്കണം, കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കണം, അല്ലെ? ഹൗ ടു റൈറ്റ് ആൻഡ് റീഡ്, എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഇതിനേക്കാൾ എല്ലാം ഉപരി അത് പഠിക്കുന്നതിനേക്കാൾ കുട്ടികൾ ചെറുതിലേ തുടങ്ങി ശീലിക്കേണ്ടതായിട്ടുള്ള ചില എന്തുണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ചെറുതിലേ തുടങ്ങി ശീലിക്കേണ്ടത്. അതിലൊരു മാറ്റം വരണം, അല്ലെ? മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കുട്ടികളുടെ ഡിസിപ്ലിൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് പാരന്റ്സ് മിക്കവാറും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ നല്ല എന്താ പറയാ ഡിസിപ്ലിൻ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളുകൾ തേടി പാരന്റ്സ് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളൊക്കെ മാറ്റുന്നുണ്ട്, അല്ലെ? നല്ല ഡിസിപ്ലിൻഡ് ആക്കണം. അയ്യോ അവിടെ ഭയങ്കര മോശമാണ്, കുട്ടികള് ഒക്കെ എല്ലാവരും എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ കുട്ടിയൊക്കെ നല്ല കുട്ടികളായിട്ട് നമ്മൾ ശീലിപ്പിച്ചൊക്കെ വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ വേറെ ഏതൊക്കെയൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ കുട്ടികളെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ സേഫ് ആക്കാനായിട്ട് ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്നതാണ്. സോ ഈ ഡിസിപ്ലിൻ മെയിൻ്റനൻസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഇറ്റ്സെൽഫ്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് എന്താ പറയാ, ക്ലാസ് റൂം ഡിസിപ്ലിൻ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം. അതിനുള്ള മെയിൻ്റനൻസ്, അതായത് ഡിസിപ്ലിൻ മെയിൻ്റനൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കണം. ഓക്കെ, ആവശ്യത്തിന് ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ തുടങ്ങി ശീലിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികളെ ശീലിപ്പിക്കാൻ പറ്റുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് പുറത്തൊക്കെ പോകാതെ, വാരി വലിച്ചൊക്കെ എറിയാതെ, അല്ലെ, വളരെ അടക്കം ഒതുക്കമൊക്കെ ആയിട്ട് ഇരുന്ന് അതിനെയൊക്കെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവരെ ശീലിപ്പിച്ച് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ സ്കൂളുകളിലും കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ വലിയ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, ബിക്കോസ് ഹീസ് ഡൂയിങ് ദാറ്റ്, അവനത് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല, മനസ്സിലായോ? അപ്പൊ സ്കൂളിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ് റൂം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഹൗ ദ സ്റ്റുഡൻസ് ഹാവ് ടു ബിഹേവ് വിത്ത് ദ എൽഡേഴ്സ്, വിത്ത് അതേഴ്സ്, വിത്ത് ദെയർ ഫ്രണ്ട്സ്, അല്ലെ? കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ക്ലാസ്സിൽ എങ്ങനെ കൂട്ടുകാരോട് പെരുമാറണം, എങ്ങനെ ടീച്ചേഴ്സിനോട് പെരുമാറണം, വീടുകളിലോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലോ ഔട്ട്സൈഡ് സൊസൈറ്റിയിലൊക്കെ കുട്ടികള് സമൂഹത്തില് എങ്ങനെ എൽഡേഴ്സ്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ കുട്ടികള് പഠിക്കണം. അതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അതായത് അത് കുട്ടീനെയൊക്കെ നമുക്ക് ഇപ്പൊ ചില കുട്ടികൾ അതുപോലെ നമ്മൾ എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി പറ്റുന്ന രീതിയിൽ അവരെ എന്താ പറയാ, നല്ല രീതിയിൽ അവരെ എന്താ പറയാ, അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് അവർക്ക് ചില ഉപദേശങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസിപ്ലിൻഡ് ആക്കാം, അല്ലെ? ഇപ്പൊ ഒരു ഡിസിപ്ലിന്റെ ഭാഗം പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പണ്ടൊക്കെ നമ്മളൊക്കെ എന്താ പറയാ, ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വിസിറ്റേഴ്സ് വരും, അല്ലെ? എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരും. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരുന്നുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അമ്മ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അച്ഛന്റെ പെങ്ങളുടെ വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കണം അവിടെ പോകാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫംഗ്ഷൻസ്, വല്ല ഉത്സവമോ അല്ലെങ്കിൽ വല്ലവരുടെ കല്യാണോ അല്ലെങ്കിൽ വല്ല മാമോദീസയോ അല്ലെങ്കിൽ വല്ല നൂലുകെട്ടോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് പോവുക. പോയിട്ട് എന്തായാലും എന്താ പറയാ, ചിലപ്പോ ധൃതിയാണ്, ഭയങ്കര ബിസിയാണല്ലോ നമുക്ക്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി ഉച്ചയാവുമ്പോൾ ചെന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചു പോരും, അല്ലെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് തിരിച്ചു പോരും. എല്ലാവരും ബിസിയാണ്, അവർക്ക് അവരുടേതായ ജോലികളുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അല്ലെ? അപ്പൊ നമുക്ക് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പണ്ട് കുറച്ച് അധികമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുമ്പോൾ, സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ കുട്ടികളെ ഇങ്ങോട്ട് സ്വന്തം വീട്ടിൽ പോവുക, അവിടെ 2 ദിവസം നിൽക്കുക. അത് ഇപ്പോഴത്തെ കാലത്ത് അത് കുറഞ്ഞാണ് വരുന്നത് കാണാം. അപ്പൊ നമ്മൾ എല്ലാവരെയും നമുക്ക് പരിചയമുണ്ട്, അവിടെയുള്ളവർ ആരൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് എന്ത് ചെയ്യുന്നറിയോ, അതെ നിന്റെ അങ്കിളാണ് കേട്ടോ, നിന്റെ ആന്റി ആട്ടോ, ഇതാണോ നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്നൊക്കെ പിള്ളേരോട് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ, ഈ മുതിർന്നവർ വരുമ്പോ നമ്മുടെ വീടുകളിലേക്ക് അങ്ങനെ പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ പിരിക്കുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ഇത് നമ്മളുടെ കുട്ടികളില് എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്, അല്ലെ?
നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടില് അവരെ ചിലപ്പോ ശരി ഓക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആണ്, പക്ഷെ പ്രായത്തിൽ മുതിർന്നവർ വരുന്നത് കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം അല്ലെ, ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണ് അല്ലെ. കുട്ടികളെ ടീച്ചേഴ്സിനെ കാണുമ്പോ അല്ലെ ടീച്ചറാണ് വന്നേക്കണേ, അപ്പൊ ടീച്ചറിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടൊന്ന് എഴുന്നേൽക്കുക, ഒന്നല്ലേ ടീച്ചറാണ്, ഒന്ന് നമ്മളൊരു ബഹുമാനം ഒന്ന് പതുക്കുന്ന നമ്മുടെ കുനിയും തല അറിയാതെ. അത് ഇപ്പോഴും ഞാനൊക്കെ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ അതുപോലെ എഴുന്നേറ്റിക്കുക. ഇതൊന്നും ഇന്നത്തെ കുട്ടികളിൽ അധികം കാണുന്നില്ല, വളരെ കുറഞ്ഞ റെയർ കേസുകൾ മാത്രമേ ഉള്ളൂ കുട്ടികൾ തന്റെ എൽഡേഴ്സിനെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത്. അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത്, അവർ ദേ വിൽ കണ്ടിന്യൂ ദാറ്റ്. അവരിപ്പോ ചിലപ്പോ ഫോണിൽ കളിച്ചോണ്ടിരിക്കാനെ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കും. ചിലതുങ്ങൾ വേഗം അവർ കണ്ടാന്ന് വെച്ച് വേഗം അത് പിടിച്ച് വേഗം മുറിക്കും, എവിടെയെങ്കിലും പോയിരിക്കും. വീട്ടിൽ വരുന്നവർ ചോദിക്കണം എന്തിയെ, കൊച്ചെന്തിയെ, അവനെന്തിയെ, ഇവളെന്തിയെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് പിന്നെ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ഇതാരോ വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിച്ച് നിങ്ങളെ കൊണ്ടുവരണം. നമ്മുടെ വീടുകളിലുള്ള സ്ഥിതിയാൾട്ടാ, ഒരാളുടെയും അല്ല എല്ലാവരുടെയും. ഒരാളുടെ മാത്രം നമ്മൾ എടുത്ത് പറയണ്ട ഇന്നത്തെ കുട്ടികളുടെ കാര്യമല്ല. കാരണം അതിന്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവര് ഇടയ്ക്കിടയ്ക്ക് പോയി തന്റെ എന്താ പറയാ കസിനാണ്, അല്ലെങ്കിൽ നമ്മുടെ കസിന്റെ വീടാണ്, അതെന്റെ അങ്കിളാണ്, എന്റെ വല്യച്ഛനാണ്, അങ്ങനെയുള്ള പരിചയങ്ങളൊന്നും കുട്ടികള് ഇടയ്ക്കിടയ്ക്ക് പുതുക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കാണുന്നുമില്ല ഇവരെ. അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വരണല്ലേ, അപ്പൊ വലിയ ശ്രദ്ധയും കൊടുക്കില്ല, വന്ന മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ ശീലിപ്പിക്കണം എന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അത് കുട്ടികളെ അറിയില്ലാത്ത കുട്ടികൾക്ക് ആവശ്യത്തിന് അത് പറഞ്ഞു കൊടുക്കണം. സോ ദേ ഹാവ് ടു ബിക്കം സെൽഫ് ഡിസിപ്ലിൻഡ്. അങ്ങനെ കുട്ടികൾ എന്താകണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആകണം. ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കണം എന്നുള്ള ബോധ്യം അല്ലെ, അത് ഒരു ടീച്ചർക്കാണ് അത് ഒന്ന് എന്ത് ചെയ്താ ഒന്ന് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. എൻഫോഴ്സിങ് ഓഫ് ഡിസിപ്ലിനെ നമ്മൾ നല്ല രീതിയിൽ അതിന് പ്രാധാന്യം നൽകി കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ എല്ലാ തരത്തിലും എന്തുണ്ട്, അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ ഷുഡ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ അല്ലെ. സ്കൂളിന്റെ ഒരു എന്താ പറയാ അംഗം എന്ന നിലയിൽ ഓരോ ടീച്ചർമാർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഈ കുട്ടികളെ എന്താ പറയാ ഡിസിപ്ലിൻ പഠിപ്പിക്കലല്ല എന്റെ ജോലി. ഞാനിക്ക് ഇവിടെ വന്നിട്ട് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അത് വിചാരിക്കരുത് അല്ലെ. ഏറ്റവും എന്താ പറയുക ഒരു സെക്കൻഡ് ഹോമാണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. സെക്കൻഡ് ഹോമാണ് കുട്ടികളെ സംബന്ധിച്ച്, ഒരു സെക്കൻഡ് ഹോമാണ്, രണ്ടാമത്തെ ഒരു വീട് എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നതാണ് അല്ലെ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് അറ്റ് സ്കൂളിലും ഇത് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് ക്ലിയർ ആയോ? ഒന്ന് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ പറയാം. ഇവിടെ ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, പാരന്റ്സ് എക്സ്പെക്ട് മോർ ഡിസിപ്ലിനറി ട്രെയിനിങ് ഫ്രം ദ സ്കൂൾ ദാൻ ദ ബുക്ക് എഡ്യൂക്കേഷൻ. ബുക്ക് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ പാരന്റ്സ് പ്രതീക്ഷിക്കുന്നത് കുട്ടികളുടെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്, അതായത് എന്തിന്റെ ട്രെയിനിങ്, ഡിസിപ്ലിന്റെ പരിശീലനമാണ്. ഓക്കെ, then students have to behave before the elders, with their friends and with the others, even if student is alone. ഒരു കുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ കൂടി എങ്ങനെയാണ് മുതിർന്നവരോട്, കൂട്ടുകാരോട്, തന്റെ ടീച്ചേഴ്സിനോടൊക്കെ പെരുമാറണേ എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അത് അണ്ടർലൈൻ ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ്, സെൽഫ് ഡിസിപ്ലിൻ ഷുഡ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് സോ ദ ടീച്ചർ ആസ് എ ബോഡി ഓഫ് സ്കൂൾ ഷുഡ് എൻഫോഴ്സ് ഡിസിപ്ലിൻ. ഒരു ടീച്ചർ എന്ന രീതിയിൽ, സ്കൂളിന്റെ അംഗം എന്ന രീതിയിൽ കുട്ടികളിൽ സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. സി ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? തീർത്തിട്ട് നമുക്ക് വായിപ്പിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ രണ്ട് സെന്റൻസും? ഓക്കെ, ഇനി ഈ നമ്മൾ പറയും ചിലപ്പോ ചില ആൾക്കാർ ഇരിക്കും, ചില ആൾക്കാരുണ്ട് കേട്ടോ, അതായത് നമ്മുടെ വീടുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതല് ചില ചെറിയ കുട്ടികളെ, ദറ്റ് മീൻസ് സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് അങ്ങനെ തുടങ്ങുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ആ ഒരു സമയമാകുമ്പോഴേക്കും കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? എന്താ പറയാ, അങ്ങനെ ചെയ്തിട്ടാ നീ സ്കൂളിൽ പോകുന്ന ആളാണ്, അടുത്ത മാസം നിനക്ക് സ്കൂളിൽ പോകണത്, അടുത്ത ആഴ്ചയിൽ ക്ലാസ്സിൽ പോകാനുള്ളതാ, ഇതൊന്നും അവിടെ ചെന്ന് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ മാറ്റണം, ഒതുക്കണം എന്നൊക്കെ. അപ്പൊ നമ്മുടെ നമ്മളവരെ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വീണ്ടും അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം കയറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഗൗരവ രീതിയിൽ, അതായത് അവരെ പേടിപ്പിച്ചും അടിവാടിയിൽ തരിച്ചും ഒക്കെ നമ്മൾ അവരെ ഒന്നുകൂടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കൊക്കെ ഇഷ്ടാവില്ല കൊച്ചുങ്ങളെയൊക്കെ തല്ലുന്നത്, വഴക്കുന്നത്. പിന്നെ ആ കൊച്ചിപ്പ എന്താ പറയാ, ഇത്രയുള്ള കൊച്ചല്ല, ഇതിനെയാണ് ഇപ്പൊ ഇതൊക്കെ പഠിപ്പിച്ച് ഇതാക്കണേന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല പേരക്കുട്ടികളെ തല്ലുന്നത്, വഴക്ക് പറയുന്നതൊന്നും അല്ലേ.
അങ്ങനെയല്ലേ? എന്റെ വീട്ടിൽ മാത്രമുള്ള കാര്യമാണോ? നമ്മുടെ വീട്ടിൽ മാത്രമുള്ള കാര്യമാണോ? അത് എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാ. അവരുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കുട്ടികളെ നമ്മള് ചീത്ത പറയുമ്പോ അവർക്ക് ഇഷ്ടാവില്ല. അവരപ്പൊ നമ്മള് എന്ത് ചെയ്യും? പടങ്ങും. അതിപ്പോ പിന്നെ കൊച്ചിപ്പ മറ്റേ MBBS ആണല്ലോ പഠിക്കണേ. ഈ ഒരു ഡയലോഗ് മിക്കവാറും ഇപ്പോഴും കേൾക്കുന്നതാ, അല്ലെ? കേൾക്കേണ്ടി വരുന്നതാണ് ആളുകൾക്ക്. ആ കുട്ടി ചെറിയ ക്ലാസ്സിലേക്കല്ലേ പോണേ, ഇപ്പോഴേക്കും അതിനെ ശീലിപ്പിക്കുന്നത്. പക്ഷെ പറയുന്നു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഇന്റലിജൻസ് വിച്ച് കമ്മിങ് ടു പ്രാക്ടീസ് ബൈ നേച്ചർ. അതായത് സ്വഭാവം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഈ അച്ചടക്ക സ്വഭാവമൊക്കെ ബുദ്ധി വളരുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവ രീതിയിൽ മാറ്റം വരില്ല, അല്ലെ? ബുദ്ധി വളർച്ച, അതായത് ബുദ്ധിപരമായിട്ട് വളരുന്നത് നമ്മൾ പുസ്തകങ്ങളും അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന അറിവുകളും ഒക്കെയാണ് നമ്മളുടെ ബുദ്ധിക്ക് വികാസം വരുത്തുന്നത്. പക്ഷെ ചില അച്ചടക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതെങ്ങനെ പറ്റുള്ളൂ? നമുക്ക് ബൈ പ്രാക്ടീസ്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച. ഇപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്ന കുട്ടി വീട്ടിലിരുന്നപ്പോ അത് വലിയ പ്ലേറ്റിനകത്തൊക്കെ ചോറിരുന്നിരുന്നു, അതിനകത്ത് തന്നെ തിന്നിട്ടും ഈ പാത്രത്തിനേക്കാൾ അകത്തുള്ളതിനേക്കാൾ കൂടുതൽ ചോറ് പുറത്തായിരിക്കും കിടക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ഇരുന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെ? അങ്ങനെ പുറത്തൊന്നും കളയാൻ പാടില്ല, അകത്തിട്ട് കഴിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ കഴിച്ചിരുന്ന കുട്ടി എന്നിട്ട് തന്നെ അത്രയും പുറത്ത് പോയത് ഇപ്പൊ ചിലപ്പോ LKG കൊണ്ടുവന്ന് ചേർക്കുമ്പോ അതിന്റെ ടിഫിൻ ബോക്സ് അത്രയും വലുതൊന്നുമല്ലല്ലോ, അല്ലെ? അതിന്റെ ആ ഒരു ഡയമീറ്റർ ഓഫ് ദ ആ പാത്രത്തിന്റെ ഡയമീറ്റർ വളരെ കുറവായിരിക്കും, ചെറുതായിരിക്കും. അതിൽ നിന്ന് എടുത്ത് കഴിയുമ്പോ അപ്പൊ എത്രത്തോളം താഴെ പോകും? അപ്പൊ അത് നമ്മൾ ശീലിപ്പിക്കും. ഇത് എങ്ങനെയാണ് ഈ പാത്രത്തിൽ ഇങ്ങനെയാ കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കും. സോ ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ്? ബുദ്ധിയും കൊണ്ട് മാറ്റിയെടുക്കേണ്ടതല്ല. ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ ആ കുട്ടി അവൻ ബുദ്ധിപരമായിട്ട് വളർന്നു കഴിയുമ്പോൾ അവൻ ഡിസിപ്ലിൻഡ് ആയിക്കോളും എന്നല്ല. ഡിസിപ്ലിൻ എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് തന്നെയാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് കഴിക്കേണ്ടേ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? സോ അവരെല്ലാ ടീച്ചേഴ്സിന്റെയും ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഫോഴ്സ് ഡിസിപ്ലിൻ. ഫോഴ്സ്റ്റ് എന്ന വാക്കിന്റെ മീനിങ് ആണ് ടു ഫോഴ്സ്. അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കേണ്ടതാണ്. അവരെ എന്താ പറയാ, നിർബന്ധപൂർവ്വം അച്ചടക്കങ്ങൾ പഠിപ്പിക്കുക, ശീലിപ്പിക്കുക പ്രാക്ടീസിലൂടെ. അത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ഒരുപാട് പ്രാവശ്യമൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. പക്ഷെ എങ്കിലും എന്താ പറയാ, അവരത് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് ലൈക്ക് ദാറ്റ്. അത് ആ രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മൾ ചില പണിഷ്മെന്റുകൾ, പ്യൂണിറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആക്ഷൻസ് അവർക്ക് എതിരെ എടുക്കണം. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ കുട്ടികളോട് നെയിൽസ് ഒക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വൃത്തിയായിട്ടൊക്കെ വരണം എന്ന് പറയും. പണ്ടൊക്കെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എന്താ പറയാ, കുട്ടികളുടെ നെയിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അസംബ്ലിക്കൊക്കെ നിർത്തിയിട്ട് അസംബ്ലി കഴിഞ്ഞ് പോകുമ്പോൾ ഒരാള് ഒരു മേ ബി ചിലപ്പോൾ സ്കൂൾ ലീഡറിനെയോ അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളെ അത് ഏൽപ്പിച്ചിരിക്കും. അപ്പൊ കടന്നു പോകുന്ന കുട്ടികളൊക്കെ കൈയൊക്കെ നോക്കിപ്പിച്ചിട്ട്, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്കൂളില് ലൈനായിട്ട് പോകുമ്പോ നമ്മളുടെ കൈ രണ്ടും കാണിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാ ആഴ്ചയിലും നെയിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതിലഴുക്കൊന്നും ഇല്ല എന്നൊക്കെ ഓർക്കും. അതൊരു ശീലമാണ്. ഇത് നമ്മൾ റെഗുലർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോ ചില കുട്ടികൾ അത് എന്ത് ചെയ്യുന്നില്ല, അത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ വൃത്തിയില്ലാതെയൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ ഒന്നോ പ്രാവശ്യം പറഞ്ഞു അത് ശരിയാണ്, അടുത്ത ദിവസം നീ ശരിയാക്കിയിട്ട് വരണം. പിന്നത്തെ പ്രാവശ്യം പറഞ്ഞു, അപ്പോഴും അങ്ങനെ തന്നെ, ഒന്നും ചെയ്തിട്ട് വന്നിട്ടില്ല, അങ്ങനെ തന്നെ വരുന്നു. ഇഫ് ഹി ഓർ ഷീ ഈസ് റിപ്പീറ്റിംഗ് ലൈക്ക് ദാറ്റ്, അതുപോലെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദേഷ്യം കയറും. അപ്പൊ അവന് ഇടയ്ക്കൊരു അടി, അല്ലെ, അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ്. അടുത്ത ദിവസം നീ ഇത് വെട്ടാതെ വന്നു കഴിഞ്ഞാൽ നിന്റെ പാരന്റ്സിനെ വിളിപ്പിക്കും, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഒരു 50 രൂപ 100 രൂപ ഫൈൻ തരും. പണ്ടൊക്കെ ഫൈൻ കൊടുക്കലാണ് കേട്ടോ, അല്ലെ? നിങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈൻ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഡിസിപ്ലിൻഡ് ആക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത സ്റ്റുഡൻസിൽ നിന്ന് ഫൈൻ തന്നെ ഇമ്പോസ് ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല സ്കൂളുകളിൽ. ഇപ്പൊ പഠിപ്പിക്കാൻ തന്നെ ടീച്ചർമാര് വന്നിട്ട് വലിയ കാര്യമില്ല, അവര് സമ്മതിക്കാൻ പഠിപ്പിക്കാൻ മര്യാദക്ക്. കാരണം ഒച്ചപ്പാടും ബഹളം. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ട്യൂഷനോടുണ്ട്. അപ്പൊ ട്യൂഷന്റെ ഒരു ബലം എവിടെ കാണിക്കും? ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മിക്ക ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു, സ്കൂളുകളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടാ. വലിയ ക്ലാസ്സുകളിലേക്ക് 5 തുടങ്ങിയാൽ അങ്ങോട്ട് താഴേക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് കൺട്രോൾ ചെയ്തിരുത്താം. ഈ 6, 7 തുടങ്ങി അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ വില്ലന്മാരാണ്, വില്ലത്തികളും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും? ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോ നമുക്ക് എന്താ പറയാ, കൺട്രോൾ ചെയ്യാൻ വേറെ രീതിയില്ല. വട്ടിയോ അല്ലെങ്കിൽ പിണങ്ങാൻ പാടില്ല. പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ എന്താ ചെയ്യാ, പ്രവർത്തിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിൽ വളരെ അനുനയിപ്പിച്ചൊക്കെയാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്കൂളുകളിലെ ടീച്ചേഴ്സിന്റെ ഒരു എന്താ പറയാ, അയ്യോ പാവം പോലെ ഇങ്ങനെ നിൽക്കണം. അതനുസരിച്ച് മാത്രമാണ്
നമുക്ക് ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഡിസിപ്ലിൻ ആക്ഷൻസ് ലൈക്ക് എന്താ പറയാ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വി ക്യാൻ ഓൾസോ take some punitive actions against them. ഇതുപോലുള്ള ഡിസിപ്ലിൻ തെറ്റിക്കുന്ന കുട്ടികളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചില ചെറിയ ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ നേരെയാക്കാൻ പറ്റും. ഓക്കെ, സോ ടീച്ചേഴ്സ് ഒരു മാത്രമല്ല ഈ കുട്ടികളിൽ ടീച്ചേഴ്സ് ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടികളിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. At the same time, വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. At the same time, the teachers themselves have also to be disciplined. ടീച്ചേഴ്സ് സ്വയം എന്താവണം, ഡിസിപ്ലിൻഡ് ആകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അല്ലെങ്കിൽ മനസ്സിലായപ്പോ നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും ദേ ഷുഡ് ബി ദ മോഡൽ ഓഫ് ദ സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് അവര് സ്കൂളിന്റെ ഒരു മോഡലായിരിക്കണം. കാരണം ആ ടീച്ചറിനെ നോക്കി അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിനെ കണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അത്രയും എന്താ പറയാ പെർഫെക്റ്റ് ആയിരിക്കണം ആ ടീച്ചർ. അല്ലെങ്കിൽ ടീച്ചറിന് അത് പറയാനുള്ള ഒരു വോയിസ് ഇല്ല. നീ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ പറയാനായിട്ട് ഉള്ള വോയിസ് ഇല്ല. കാരണം ടീച്ചേഴ്സ് ഹൗ ദേ ബിഹേവ് കുട്ടികളെ കാണുകയാണ്. നമ്മൾ പറയില്ലേ വീട്ടില് അച്ഛനമ്മയൊക്കെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുക എന്ന് നമ്മളൊരു സെന്റൻസ് പറയാറില്ലേ. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മളോട് ആരെങ്കിലും ഒക്കെ പറയുന്നത്, കുട്ടികളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാല്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡ് ഹോം ആണ്. ഇവിടെ നിന്നും കുട്ടികൾ പലതും ശീലിക്കും. ആ ശീലങ്ങളെ മാറ്റിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് ആണെങ്കിലും അപ്പൊ എന്താവണം, സ്വയം ഡിസിപ്ലിൻഡ് ആകണം. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ചില ഹാബിറ്റുകൾ, ചില ബാഡ് ഹാബിറ്റ്സോ ചില എന്താ പറയാ ഹാബിറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ്. മോശം എന്തെങ്കിലും ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. ലൈക്ക് എന്താ ബാഡ് ഹാബിറ്റ്സിൽ വരിക, സാധാരണ ഗോസിപ്പിംഗ്, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയുക, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആ ടീച്ചറിനെ കുറിച്ചോ ഈ ടീച്ചറിനെ കുറിച്ചോ. അതൊക്കെ സ്വാഭാവികമാണ്. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ കുട്ടികളുടെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ചോക്ക് എടുത്തിട്ട് വരിക, വടി എടുത്തിട്ട് വരിക, ഇന്ന ബുക്കുകൾ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ടീച്ചർ വിടുക. അപ്പൊ കുട്ടികൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് വരും സ്റ്റാഫ് റൂമിൽ നിന്ന്. അപ്പൊ ചിലപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നത് ചിലപ്പോൾ ടീച്ചേഴ്സ് മുമ്പിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ നേരം. അപ്പൊ അവരെങ്ങനെ എന്തെങ്കിലും പറയുന്നതൊക്കെ കേൾക്കും. കുട്ടികൾ അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലേ, ആ ടീച്ചറിന്റെ എന്തൊക്കെ കുറ്റം പറയാണ് എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ട്. മേ ബി അവരത് ചെന്ന് വീട്ടിലും പറയും. ഓക്കെ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയും. ചിലപ്പോൾ തന്നെ ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോ ആ ടീച്ചർ ഈ ടീച്ചറിന്റെ കുറ്റം പറയാണ്. ഓക്കെ, അതുപോലെ നെയിൽ ബൈറ്റിങ്, നഖം കടിക്കുക, ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ടീച്ചേഴ്സിനുണ്ടെങ്കിൽ ഷുഡ് ബി അവോയ്ഡഡ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. എന്നാലേ നമുക്ക് അവരോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി മാത്രമല്ല നമ്മൾ മാത്രം ഒഴിവാക്കിയാൽ പോരാ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. കുട്ടികളുണ്ട് ഇവിടെ, സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, അവർ നമ്മളെ കാണുന്നുണ്ട്, അവർ നമ്മളെ റോൾ മോഡലായിട്ടൊക്കെ വിചാരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോ നമ്മളിത് ചെയ്യാൻ പാടില്ല എന്ന് ടീച്ചേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. സോ ദേ ക്യാൻ എൻഹാൻസ് ഇംപ്രൂവ് ഡിസിപ്ലിൻ. അങ്ങനെ സ്കൂളില് സ്റ്റുഡൻസിന്റെ ഇടയിലും ടീച്ചേഴ്സിന്റെ ഇടയിലും മൊത്തത്തില് നമുക്കൊരു ഡിസിപ്ലിൻ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അങ്ങനെ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മാത്രമല്ല ഇത് എന്താ പറയാ ഇങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റി നിർത്തി സമൂഹത്തിൽ നിർത്തി ഒന്നും പറയണ്ട. ചില കുട്ടികൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരുമിച്ച് എല്ലാവരും മുമ്പിലിട്ടിട്ട് അവനെ വധിക്കൊന്നും വേണ്ട. സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവനെ അനുനയിപ്പിച്ച് എന്ത് ചെയ്യാതെന്ന് പിന്തിരിപ്പിക്കാം. അത് 10 ദിവസം 10 പ്രാവശ്യം നമ്മൾ ചെയ്തു പോയി കഴിയുമ്പോൾ അത് അവന്റെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, ഡിസിപ്ലിൻഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? സോ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. സ്കൂളിൽ നിന്നാണ് ഡിസിപ്ലിന്റെ ആദ്യ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത്, rather than from book education. നമ്മൾ ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് ആദ്യ പാഠങ്ങളും എന്ത് ചെയ്യണം, ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ? പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ആ സെന്റൻസിലെ തുടക്കം തുടങ്ങി ഇവിടം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. 3 സെന്റൻസ് ഒക്കെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ മുറിക്കാൻ പറ്റില്ല. അതിൽ 3 സെന്റൻസ് കണക്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ടീച്ചേഴ്സ് സ്റ്റുഡൻസിന്റെ മോഡൽ ആയിരിക്കണം ഡിസിപ്ലിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ടീച്ചേഴ്സ് ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള ചില ഗോസിപ്പിംഗ്, നെയിൽ ബൈറ്റിംഗ് അങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം.
ഇനി തന്റെ കോ സ്റ്റാഫുകളും ഇതുപോലുള്ള എന്താ പറയാ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കണം. അത്രയാണ് പറഞ്ഞിരിക്കുന്നത് സെന്റൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ആദിത്യ നമ്മൾ എടുത്ത ഇന്നത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. Yes, sir. Discipline and maintenance. ഇവിടെ നല്ല മഴയാണ്. സൗണ്ട് ഉണ്ടോ? കേൾക്കണം. നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. സൂപ്പറായിട്ട്. Okay. Discipline and maintenance. Parents expect more disciplinary training from the school than the book education. For this maintenance, the discipline in the classroom itself is not sufficient. Students have to behave before the elders, with their friends, and with the others. When if the students is alone, self-discipline should have to be maintained, for the teacher as a body of the school should enforce discipline. Discipline is not like intelligence to come by nature, it comes only by practice. So every teacher has a duty to force discipline the and there. If she finds defect in it, she has the right to take concrete action against them. The teacher also should keep discipline and be the model to the students. She should completely avoid bad habits such as gossiping, nail biting, etc. And if she finds the co-staff doing such, she should not be right to enhance discipline, which will create problems. But she can give friendly talk to them separately. ഓക്കെ. യെസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതിയാലോ? ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ തരുള്ളൂ. ആൻസർ നിങ്ങൾ കൊണ്ടുവരിക. അടുത്ത ദിവസം വരുമ്പോ ഒരു 3-4-5 ക്വസ്റ്റ്യൻ തരാം. പിന്നെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ വരുമല്ലോ അല്ലേ? അപ്പൊ അത് ഒരു 5 ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ലാഗ് ചെയ്താണ് എടുത്തത്. അത് അധികം എടുത്തില്ല. നമ്മള് വേറെ എന്തോ ടോക്കില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോ കുറച്ച് ഫസ്റ്റ് ക്ലാസ്സിലേ നമ്മള് നിങ്ങൾക്കൊരു ടാസ്ക് ഒക്കെ തന്നല്ലോ അല്ലെ, ആക്ടിവിറ്റി ഒക്കെ. അപ്പൊ അതിന്റെ ഒക്കെ നമ്മൾ ഇച്ചിരി ക്ലാസ് ലാഗ് ചെയ്തു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയാലോ? മറ്റേ ക്വസ്റ്റ്യൻ എഴുതിയില്ലല്ലോ നമ്മൾ ഇതിന്ന്? ഇല്ലല്ലോ, എഴുതൂല. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോഴല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാറ്. എഴുതിക്കോട്ടാ. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the dash teachers, question number 1, the dash teachers are changing themselves, 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 according to the subjects and recreation periods, RECREATION, recreation periods. കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാത്തവരുണ്ടോ? ഇല്ലല്ലോ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following are included in which of the following are included in the work of managing the school? Which of the following are included in the work of managing the school? Okay.
അതിനകത്ത് ഓപ്ഷൻസ് വേണം. കാരണം വെച്ചാൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ ജോലികളിൽ പെടുന്നതെന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. മനസ്സിലായോ എല്ലാവർക്കും? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പൊ താഴെ പറയുന്നതിൽ എന്ന് പറയുമ്പോൾ താഴെ പറയണ്ട എന്തെങ്കിലും. ഓക്കെ, താഴെ പറയുന്ന ഓപ്ഷൻസ് ചെയ്താ താഴെ ഓപ്ഷൻ എ ഓഫീസ് മെയിന്റനൻസ്, ഓഫീസ് മെയിന്റനൻസ്. B, option B, take part in functions and meetings, functions and meetings, take part in functions and meetings. Option C, deal with, sorry, not deal with, make Ma'am, C construction. Option C, make constructions of buildings, and last option D. Option D either only A and B correct. Only A and B correct. That's last option. Option A, office maintenance. Option B, take part in functions and meetings. And option C, make constructions of the buildings. Last option A and B correct. That's the question. Okay, that's the question. Every teacher should share the work of dash and make it as a teamwork. That's the question. Alamate. Everyone, EVERYONE, everyone in the school should work, WORK, should work with a feeling of dash. With a feeling of dash. Next. Right, അടുത്തത് question. Most of the nursery schools with dash should make propagandas, 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 and canvas to get students. Propagandas and canvas to get students. അങ്ങനെയുള്ള സ്കൂളുകാരാണ്, നഴ്സറി സ്കൂളുകാരാണ് ഈ പ്രൊപ്പഗൻഡാസ് പ്രചാരണവും ക്യാൻവാസിംഗും ഒക്കെ നടത്തി കുട്ടികളെ പിടിക്കേണ്ടത്. ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അവിടെ. ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ല സെന്റൻസ് ഉണ്ട്, നിങ്ങളത് നോക്കി വായിച്ചു നോക്കി മനസ്സിലാക്കുക, ഉത്തരം എഴുതുക. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ സിമ്പിൾ ആണ് കേട്ടോ. ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം ഒരു സ്കൂളൊക്കെ എല്ലാവർക്കും നല്ല പരിചിതമാണ്. കാരണം നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നാക്കുന്നുണ്ട്, അല്ലെ? കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ചെറിയ ഇതായിരിക്കുമ്പോ നമ്മൾ തന്നെയാ കൊണ്ടുപോകുന്നത്, കൊണ്ടുവരുന്നതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയണ most of the nursery schools with dash should make propagandas and canvas to get students. ഓക്കെ മാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? സ്കൂളൊക്കെ ആയിട്ട് നമുക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ പഠിച്ചിരുന്നത് ചിലപ്പോ ആ കുഞ്ഞു കുഞ്ഞു കാലഘട്ടത്തിലൊന്നും ചിലപ്പോ നമുക്ക് ഇപ്പൊ ഓർക്കുണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോ എന്താ പറയാ, നമ്മൾ പല കാര്യങ്ങൾക്കും സ്കൂളുകളിലൊക്കെ, ചെറിയ സ്കൂളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകേണ്ടി വരികയാണെങ്കിലേ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കിനി സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു നമ്മള്. ഇനി സ്കൂളിന്റെ ഓഫീസ് മാനേജ്മെന്റ് ആണ് അടുത്ത ചാപ്റ്റർ. അതുമായിട്ട് അടുത്ത് തന്നെ ഒരു ബന്ധമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതാണ് ഓഫീസ് മാനേജ്മെന്റ്. ഓക്കെ, കിട്ടിയോ? ചാപ്റ്റർ തൊട്ട താഴത്തെ ചാപ്റ്ററാ. കയ്യിലുണ്ടാവുമല്ലോ നോട്ട്, പ്രിന്റർ ഇല്ലേ? Okay, office management. See, every school will have an office building. എന്തായാലും ഒരു ഓഫീസ് ഒരു സ്കൂളിന് ഉണ്ടായിരിക്കും. എല്ലാ സ്കൂളുകൾക്കും ഒരു ഓഫീസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓഫീസ് മാനേജ്മെന്റ്. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഓഫീസിനെ മാനേജ് ചെയ്യുക. ദാറ്റ് മീൻസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓഫീസിന്റെ ഡ്യൂട്ടി. ഓഫീസ് ആണ് എല്ലാ സ്റ്റാഫിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു സ്കൂളാകുമ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അവിടുത്തെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അവിടുത്തെ പല ഡിസിഷൻ മേക്കിംഗ്, അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് എന്താ പറയാ, അതിലും പല കാര്യങ്ങളും മാനേജ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ലൈക്ക് സ്കൂള് അല്ലെങ്കിൽ കോളേജ്, എവിടെയാണെങ്കിലും അവിടുത്തെ റെക്കോർഡുകൾ മാനേജ് ചെയ്യുക, അവിടുത്തെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഓഫീസിന്റേതായ മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു ടീച്ചറുടെ ജോലി എന്ന് പറയുന്നത് ഓഫീസ് മാനേജ്മെന്റ് അല്ല, ഓഫീസ് മാനേജറും അല്ല. ഒരു ഓഫീസിന് ഒരു മാനേജർ ഉണ്ടായിരിക്കും ഓൾറെഡി. പക്ഷെ ഒരു സ്കൂളിന്റെ ടീച്ചർ എന്ന് പറയുന്നത്, ടീച്ചേഴ്സിന്റെ ജോലി ടീച്ചിങ് ആണ്. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഡിസിപ്ലിൻ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സ്കൂളിലെ കുട്ടികൾ പഠിപ്പിക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, സ്കൂൾ മാനേജ്മെന്റിൽ പറഞ്ഞത്, ടീച്ചേഴ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഇൻ മാനേജിങ് എവറി ഏരിയ ഓഫ് ദ സ്കൂൾ. സ്കൂളിന്റെ പല കാര്യങ്ങളിലും, മാനേജ്മെന്റ് കാര്യങ്ങളിലും ടീച്ചേഴ്സിന് ഇടപെടേണ്ടി വരും. സബ്ജക്ട് ഞാൻ ഇതാ പഠിപ്പിക്കുന്നത്, മാത്സ്. ഇത് പഠിപ്പിക്കുക മാത്രമേ എന്റെ ജോലിയുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ മാത്സ് പഠിപ്പിച്ച എല്ലാ ക്ലാസ്സുകളിലും എനിക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിപ്പിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും എന്നല്ല, അല്ലെ? അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഡു ഇറ്റ് ഓൾസോ. അവരതും ചെയ്യണം. പക്ഷെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓഫീസ് മാനേജർ അല്ല. പക്ഷേ അത് മാത്രമല്ല, അങ്ങനെ ഓഫീസ് മാനേജർ അല്ലാത്തത് കൊണ്ട് ഓഫീസിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും തീരുമാനമൊന്നും എടുക്കണ്ട. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം. ഓഫീസിന്റെ കൺട്രോളൊന്നും ടീച്ചർമാര് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഓഫീസ് വർക്ക് അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. അവർക്ക് അങ്ങനെ ഓഫീസ് പരമായിട്ടുള്ള ഇന്ന കാര്യം ടീച്ചർ ചെയ്തോളൂട്ടോ എന്ന് പറഞ്ഞ് ആരെങ്കിലും പർട്ടിക്കുലർലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതർവൈസ് ദേ ആർ നോട്ട് ദ ഓഫീസ് മാനേജേഴ്സ്. അല്ലെങ്കിൽ അവരെന്തില്ല, ഓഫീസ് മാനേജർമാരും അല്ല, ഓഫീസിനെ അവർ കൺട്രോൾ ചെയ്യണ്ട, ഓഫീസിന്റേതായ ഡിസിഷൻസിൽ ടേക്ക് പാർട്ടും ചെയ്യണ്ട, അതിനകത്ത് പോയി തല വെച്ച് കൊടുക്കുകയും വേണ്ട. ക്ലിയർ ആയോ? ഒന്നാമത്തെ പാരഗ്രാഫിൽ അത്രയും പറയുന്നുള്ളൂ. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പറയണോ കേട്ടാ. എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാത്ത, മീനിങ് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഹസീന ഒന്ന് വായിക്കാമോ കുഞ്ഞു പാരഗ്രാഫ്? Okay. Office management. The word office management means maintaining the staff, maintaining the records, decision making, and so on. But the teacher is not an office manager. She cannot make decision or she does not want to control other staffs. She is only take part in the office work. അതെ, മനസ്സിലായല്ലോ.
ടീച്ചർ ഒരിക്കലും ഒരു ഓഫീസ് മാനേജർ അല്ല. ടീച്ചർക്ക് കൊടുത്തിരിക്കുന്ന ജോലി, ഓഫീസിന്റെ എന്തെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലാതെ യാതൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുത്താനോ മാനേജ് ചെയ്യാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും എന്ത് ചെയ്യുന്ന ടീച്ചർ പോകണ്ട. അല്ലെ, വലിയ ഉപകാരം ആയിരിക്കും അങ്ങനെ ചെയ്താല്. അല്ലാതെ നമ്മൾ വെറുതെ വേണ്ടാത്ത വയ്യാവലി എടുത്ത് തയ്യൽ വെക്കില്ല. ഓഫീസ് ജോലി എന്തെങ്കിലും കൊടുത്താൽ മാത്രം ചെയ്യുക. അപ്പൊ ഓഫൻ ഈ ടീച്ചേഴ്സിന് ദോസ് ഹു ആർ ഹാൻഡ്ലിംഗ് ദ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകാർക്ക് എന്താണ് കൂടുതലും കൊടുക്കുന്നതേ, കുറച്ച് അങ്ങനത്തെ വർക്കൊക്കെ കൊടുക്കുക കൂടുതലും ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനാ. സോ ദോസ് ഹു ആർ ഹാവിംഗ് ഗുഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, കുറച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവര്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവര്, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഓഫീസ് വർക്ക് കൊടുക്കുക. കാരണം ഓഫീസിൽ കുറച്ച് ചിലപ്പോൾ ചില ബുക്കിൽ പല കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പൊ എഴുതുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ സ്റ്റൈലായിട്ടൊക്കെ എഴുതുന്ന, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർക്കൊക്കെയാണ് എന്താ പറയാ ഓഫീസ് വർക്ക് കൊടുക്കുക. ബിക്കോസ് ദേ ഹാവ് ടു റൈറ്റ് സംതിങ് ഇൻ ദ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ്. അവിടുത്തെ ഫയലുകളിലൊക്കെ ചിലപ്പോൾ രജിസ്റ്ററിലൊക്കെ എന്തെങ്കിലും എഴുതാനോ. അപ്പൊ ഓഫീസ് വർക്ക് ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ നോക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്, അപ്പൊ ആ ടീച്ചർ ഇന്ന ജോലി ഒന്ന് ചെയ്തോട്ടോ. ഓഫീസിൽ ടീച്ചേഴ്സിന്റെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, ടീച്ചേഴ്സ് വന്ന് സൈൻ ചെയ്യണ്ടേ, അപ്പൊ അതിൽ ഈ ടീച്ചർ, അത് ആ ടീച്ചർക്കാണ് അതിന്റെ ജോലി കൊടുക്കുക. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യണ്ട, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി അത് മാത്രം അവർ ചെയ്താൽ മതി. അതല്ലാതെ ഉള്ള ജോലികളൊന്നും ആൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ പറയണേ. നീ മാത്രമല്ല ഗിവിങ് ഐഡിയാസ് ടു അതേഴ്സ്, അതായത് എന്തെങ്കിലുമൊക്കെ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഓഫീസ് സംബന്ധമായിട്ടുള്ള ചില ആശയങ്ങളൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അത് വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവഡ് ആയിട്ട് എഴുത്തുകുത്തുകളോ അല്ലെങ്കിൽ ബുക്കുകളിൽ അവിടെ ഇരിക്കുന്ന റെക്കോർഡ്സിലോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫയലുകളിലോ ഒക്കെ വെറുതെ അതും ഇതൊക്കെ എഴുതി ചേർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസിലേക്ക് പോകും. കാരണം ഈ ഓഫീസിന്റെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്റെ അടുത്ത പാരഗ്രാഫിൽ എവിടെയോ പറയുന്നുണ്ട്. നമുക്കറിയാം അവര് ഇപ്പൊ ഓഫീസ് ഡ്യൂട്ടി ഏതെങ്കിലും ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ അറ്റൻഡൻസ് തയ്യാറാക്കാനോ അങ്ങനത്തെ ബുക്കൊക്കെ ആയിരിക്കുമല്ലോ, അറ്റൻഡൻസ് രജിസ്റ്റർ, പിന്നെ ലീവ് ലെറ്റേഴ്സ് ഒക്കെ ടീച്ചേഴ്സോ കുട്ടികളൊക്കെ ലീവ് ലെറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഫയൽ ചെയ്യാം. അവളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ തന്നെ അറ്റൻഡൻസ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് അതിന്റെ ലീവ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ വിസിറ്റേഴ്സ് ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ സ്കൂളില് കുട്ടീനെ കാണാനോ കുട്ടിയെ കൊണ്ടുവരാനോ ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ സെക്യൂരിറ്റി അവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ പോകുന്നു, ഏത് കുട്ടീനെ കാണാനാണ്, ക്ലാസ് ഏതാണ്, നമ്മൾ സൈൻ ചെയ്യുന്നു. നമ്മൾ അകത്ത് കയറിയ ടൈമും നമ്മൾ പുറത്തേക്ക് പോകുന്ന ടൈമും ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതുപോലെ ഓഫീസിലും അതേപോലെ തന്നെ ഒരു റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇൻഫോം ചെയ്യണം, ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട്, അച്ഛൻ അമ്മ ആരാ വന്നേന്ന് വെച്ചാൽ അല്ലെ. അല്ലാതെയുള്ള സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും കൂടെ കുട്ടികളെ വിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ അങ്ങനെയുള്ള രജിസ്റ്റേഴ്സില് വിസിറ്റേഴ്സിന്റെ രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ഇല്ലായെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ലീവ് ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. ഇനി അഡ്മിഷൻ രജിസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റാഫ് രജിസ്റ്റർ, പിന്നെ ലീവ്, ഏതെങ്കിലും സ്റ്റാഫ്സ് ലീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലീവ് രജിസ്റ്റർ, ഇതൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം തൊട്ടാൽ മതി എന്നാണ്. എന്ന് വെച്ചാൽ ആരോടാണ് പറഞ്ഞേക്കുന്നത് അവര് മാത്രം, അതല്ലാത്തവരൊന്നും ചെന്ന് തൊടേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദ ഇൻഫോർമേഷൻസ് ഓർ ദ എന്താ പറയാ തിങ്സ് വിച്ച് ആർ കളക്ടഡ് ഇൻ ആൻ ഓഫീസ് ഷുഡ് നോട്ട് ബി ലീക്ഡ് ബൈ എനിവൺ. അവിടെ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പല ഇൻഫോർമേഷൻസും നമ്മളായിട്ട്, അതായത് അത് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിട്ട് പുറത്തൊരാളോട് എന്ത് ചെയ്യാൻ പാടില്ല, ലീക്ക് ചെയ്യാൻ പാടില്ല. ഈവൻ ടു ദ ക്ലോസ് ഫ്രണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ടീച്ചർ, ആ ടീച്ചറിനെയാണ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്, ഇന്ന ആളില്ല, അപ്പൊ ആ ഓഫീസിൽ ആ റെക്കോർഡ് നിങ്ങളൊന്ന് എഴുതിയേക്കണം. ആളുടെ ആബ്സെൻസിൽ ആള് ലീവാണെങ്കിൽ ടീച്ചറാണ് അതൊന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറച്ച് എന്താ പറയാ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലതൊക്കെ. അപ്പൊ അങ്ങനെ തന്നെ ആ ടീച്ചറുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഷുഡ് നോട്ട് ബി ഷെയർഡ്. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മളുടെ എന്താ പറയാ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണറിനോട് പോലും ഷെയർ ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ വളരെ കൺസീൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊന്നും പുറത്ത് പറയാൻ പാടില്ല. അപ്പൊ എന്താ പ്രത്യേകത, ആ ഒരു ടീച്ചറിനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പുറത്ത് പോയാൽ ആ ഉത്തരവാദിത്വം ആരുടെ പേരിൽ ഏൽപ്പിക്കാം,
അത് ആ ടീച്ചറാണ്, ബിക്കോസ് പുള്ളിക്കാരിയാണ് അത് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പൊ ഒരാൾക്ക് മാത്രമേ അതിന്റെ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ. അതല്ലെങ്കിൽ ആര് വേണമെങ്കിലും എന്താ പറയാ ഡൗട്ട് അടിക്കാം, ആരാണ് അത് ചെയ്തത്, ആരാണ് ഇങ്ങനെ ഒരു സാധനം പുറത്തു വിട്ടത് എന്നുള്ളത്. കാരണം എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യല്ലേ ഓഫീസിന്റെ രജിസ്റ്റേഴ്സും മറ്റ് റെക്കോർഡ്സും. അപ്പൊ അതില്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഏതാൾക്കാണോ കൊടുത്തിരിക്കുന്നത് അവർ മാത്രം ഓഫീസ് റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ്, മറ്റു കാര്യങ്ങൾ, ഫയലുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായ? ഓഫീസ് മാനേജ്മെന്റ് ഇത്ര വരെ നമ്മൾ ആ കുഞ്ഞ് 4 പാരഗ്രാഫാണ് കേട്ടോ പറഞ്ഞേ. 4 പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആദ്യത്തെ പാരഗ്രാഫ് ഒരാൾ വായിച്ചു. അടുത്ത പാരഗ്രാഫ് നയന ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചേ. ഓഫൺ ടീച്ചേഴ്സ് നയന ഇല്ല? Often the teachers with good English and neat handwriting will be given the work of operating the files and registers. Otherwise, I will be given some other work. She should do only the work desperate to her, giving ideas to others, makes a teacher involved in others who can end with the problems repeatedly. ഓക്കെ, അതിൽ ആ ഒരു സെന്റൻസ് മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ആ ഒന്നാമത്തെ സെന്റൻസ് ഒന്നാമത് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ല, അതും കൂടി അണ്ടർലൈൻ ചെയ്തേ. The word office management means maintaining staff, maintaining the records and decision making and so on. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫിലെയും ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ പാരഗ്രാഫിലെയും ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. രണ്ടും മതി. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിനിങ് സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, മെയിൻറ്റെയിനിങ് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഫീസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. ടീച്ചേഴ്സ് നല്ല ഹാൻഡ് റൈറ്റിംഗ്, അതുപോലെ ഒരു ഗുഡ് സ്പീക്കിംഗ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഒക്കെ ഉള്ളവർക്കാണ് ഓഫീസ് വർക്ക് സാധാരണയായിട്ട് കൊടുക്കുക, അവരുടെ ഫയലും രജിസ്റ്റേഴ്സും ഒക്കെ എഴുതാൻ വേണ്ടി. ഓക്കെ, കിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചേ ഷീന. Every teacher, അതല്ലേ മിസ്? അതെ, Every teacher should take care of maintaining the attendance register of her class, leave letters of her class, and register visitors enters in the visitors notebook during the absence of all her administrators. ഓക്കെ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ഓഫ് മെയിൻറ്റെയിനിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഹർ ക്ലാസ്, ലീവ് ലെറ്റേഴ്സ് ഓഫ് ഹർ ക്ലാസ്, രജിസ്റ്റർ വിസിറ്റേഴ്സ് എൻട്രീസ്. അത്ര വരെ മതി. വിസിറ്റേഴ്സ് എൻട്രീസ് വരെ മതി കേട്ടോ. അത്ര വരെ അണ്ടർലൈൻ ചെയ്യാം. അവരവരുടെ ക്ലാസ്സിന്റെ രജിസ്റ്റർ ചെയ്തേണ്ടത് അതൊരു ഓഫീസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. കാരണം ഓഫീസിലേക്ക് ആ രജിസ്റ്റർ ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ അവരുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് എടുക്കുക, കുട്ടികളുടെ ആബ്സെന്റ് ആയവരുണ്ടെങ്കിൽ അവരുടെ ലീവ് ലെറ്റേഴ്സ് കളക്ട് ചെയ്യുക, അത് ഫയൽ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതാത് ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് രഞ്ജിനി ഒന്ന് വായിച്ച അടുത്ത പാരഗ്രാഫ്. Yes, ma'am. If she is given the work of operating the admission register, staff leave register, and so on, then only she should touch them. The teacher in the office work should not leak the message even to the close friend or life partner. Keeping concealment is very important. Yes. മനസ്സിലായല്ലോ? ആരും എന്താ പറയാ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി അല്ലാതെ ഈ പറഞ്ഞ അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ ഒന്നും തൊടാൻ പാടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിൽ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരത് ടച്ച് ചെയ്യാൻ പോലും പാടില്ല. ഓരോ ടീച്ചേഴ്സിനും ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ ഓഫീസിലെ ജോലി കൊടുത്തിരിക്കുന്ന അവര്
അവർ ഒരു കാരണവശാലും ഈവൻ അവരുടെ ലൈഫ് പാർട്ട്ണർക്കോ ക്ലോസ് ഫ്രണ്ടിനോ ഒന്നും ആ ഓഫീസിന്റേതായ ഒരു കാര്യങ്ങളും ലീക്ക് ആക്കാൻ പാടില്ല എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺസീൽമെന്റ് ഓഫ് സച്ച് ഇൻഫോർമേഷൻസ്, എന്തൊക്കെ ഓഫീസിന്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഒളിച്ചുകൊണ്ട് വെക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ പാരഗ്രാഫിലെ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അപ്പൊ നമ്മള് ഇവിടെ വരെ ഇന്ന് എടുക്കണുള്ളൂ. ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാം. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 2-3 പേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതും നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് പോലെ തന്നെ എളുപ്പമുള്ളതാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. ഓക്കെ, യെസ്. ഇനി എന്താണ് നിങ്ങൾക്ക് ഓഫീസ് മാനേജ്മെന്റ്, ഒരു സ്കൂളില് ജോലി കിട്ടിയ ഓഫീസ് മാനേജ്മെന്റ് ആണോ സ്കൂൾ മാനേജ്മെന്റ് ആണോ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുക? അത് പറയാമോ? സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റ് ആണ്. അച്ഛന് സ്കൂൾ മാനേജ്മെന്റ് മതി. ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെ? 2 അടിയൊക്കെ കൊടുക്കോ അച്ഛു? അടിയൊന്നും കൊടുക്കുകയല്ല, കൊടുത്തക്കേട് കാണിച്ച് ചെറിയ ശിക്ഷ. ചെറിയ ശിക്ഷ. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് അധികം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പുതിയ നിയമമൊക്കെ മാറി വന്നാലോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണിഷ്മെന്റുകൾ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതൊക്കെ കണ്ടൊക്കെ എവിടേക്കോ വാർത്തകൾ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹത്തെ കുരുത്തക്കേട് കാണിച്ച് സ്നേഹത്തോടെ വിളിച്ച് മോനെ അല്ലെങ്കിൽ മോളെ അത് ചെയ്യരുത്, അത് ചെയ്തത് തെറ്റാണെന്ന് എന്ന് പറയും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാവരുടെയും ഒപ്പീനിയൻ സ്കൂൾ മാനേജ്മെന്റ് ആണോ ഓഫീസ് മാനേജ്മെന്റ് ആണോ? ബാക്കി ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. പിന്നെ കുട്ടികളുടെ അടുത്ത് ജാതിപരമായിട്ടുള്ള ഒരു സംസാരവും പാടില്ല. അവരെ സ്നേഹിച്ച് അവരുടെ ഇമോഷനിൽ നമ്മള് ഉൾക്കൊണ്ട് അവരോട് സ്നേഹത്തിൽ പറഞ്ഞ അവര് നമ്മളോട് പറയും വീട്ടിലെ ബുദ്ധിമുട്ടുകളല്ല. അപ്പൊ നമ്മൾ പറഞ്ഞോട് മോനെ അത് ശരിയല്ല, അത് മോൻ നന്നാവാൻ വേണ്ടിയിട്ടാ പേരൻസ് പറയുന്നേ, അല്ലെങ്കിൽ നന്നാവാൻ വേണ്ടിയിട്ടാ വഴക്ക് പറയുന്നേ, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടല്ലേ വഴക്ക് പറയുന്നത് എന്ന് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. അത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ ഇന്നത്തെ കുട്ടികള് അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേറെ ആളോട് ചോദിക്കട്ടെ അച്ചു, അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും ഒന്ന് പറയാമോ? രഞ്ജിനി ഒന്ന് പറയാമോ? രഞ്ജിനിയുടെ അഭിപ്രായം എന്താ? അച്ചു പറയുന്നു കുട്ടികളെ സ്നേഹത്തോടെ വിളിച്ച് അവരോട് അതല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി എന്ന് പറയുന്നു. എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകും ഇന്നത്തെ സാഹചര്യത്തിൽ? സ്നേഹത്തോടെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി ഓക്കെയാണ്. പക്ഷെ അതില് കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് ഫുള്ളി ഒരു എന്താ പറയാ സ്നേഹമായിട്ട് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്ത് അവരത് അനുസരിക്കാൻ കുറച്ച് ആ ഒരു രീതിയിൽ അവർ കാണും. കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് നമ്മള് എന്താ പറയാ കുറച്ച് ടൈറ്റ് ടോക്സ് ആയിട്ട് കുറച്ച് ആ ലെവൽ, അപ്പൊ ആ ഒരു പേടി അവർക്ക് വേണം, എന്നാൽ സ്നേഹവും വേണം. അത് രണ്ടും കൂടി മിക്സപ്പ് ചെയ്ത് പറഞ്ഞാല് ഒരു ലെവലിൽ പോകുന്നാണ് എന്റെ വിശ്വാസം. ആ മാരീഡ് ആണ്. കുട്ടികളുണ്ടോ? ഉണ്ട് കുട്ടികളുണ്ട്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? വലിയ കുട്ടികളുണ്ട്, +2 ഉണ്ട്, 9th ഉണ്ട്. 9th കുട്ടി സ്കൂളില് അവരുടെ സ്കൂളിൽ എങ്ങനെയാ ടീച്ചേഴ്സ് വടിയൊക്കെ എടുത്ത് തല്ലോന്നൊക്കെ ചോദിക്കാറുണ്ടോ? അതൊക്കെ പിന്നെ ചോദിക്കാറുണ്ട്. അവർക്ക് എന്ന് വെച്ചാല് ഇവർക്ക് കൂടുതലും സ്നേഹത്തോടു കൂടെ പറയുന്ന ടീച്ചേഴ്സിന് അവര് റെസ്പെക്ട് ചെയ്യും. പക്ഷെ അവര് വീട്ടിൽ വന്നാലും അത് ചിലപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് അവര് പറയുന്ന കാര്യങ്ങള് അനുസരിക്കണമെന്നില്ല.
ആ ടീച്ചേഴ്സ് പറയുന്നത്. അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അനുസരണ ഉള്ളതെന്ന് വെച്ചാല് കുറച്ചും കൂടി പേടിയുള്ള ടീച്ചേഴ്സിന്റെ അടുത്താണ് കുറച്ചും കൂടി അവര് ആ വർക്കുകൾ ചെയ്ത് കൊണ്ടേ കൊടുക്കുന്നത്. അവര് മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് മാത്രം ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഞാനും അത് തന്നെയാണ് എന്താ പറയാ ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പോ ഇവരോട് സ്നേഹത്തോടെ ഇവരുടെ അടുത്ത് നമ്മള് ശരി രണ്ടും വേണം എന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ വളരെ സ്നേഹത്തോടെ നമ്മൾ ഇങ്ങനെ അപ്പൊ നമ്മളുടെ അടുത്ത് അവർ കുറച്ചുകൂടി ലിബറൽ ആകും. ആ ടീച്ചർ ഓക്കെ കുഴപ്പമില്ല അത് അങ്ങനെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ, ശരിയാ നമ്മളോട് സ്നേഹവും ഉണ്ടാകും, നമുക്ക് റെസ്പെക്ട് ഒക്കെ തരികയും ചെയ്യും. പക്ഷെ അത്രയും തന്നെ ഇന്നത്തെ കുട്ടികളെ പല കാര്യങ്ങളും യൂസ്ഫുൾ ആക്കുന്നതിനേക്കാൾ മിസ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. അതാണ് വേറെ കുട്ടികളുടെ ഒരു ടെൻഡൻസി. അതാ ഇപ്പൊ നമ്മൾ എന്ത് സംഗതി എടുത്താലും നമുക്ക് അവരത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ യൂസ്ഫുളിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അതേസമയം അത് എന്താ പറയാ മിസ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അവർക്ക് കൂടുതൽ കിടക്കുന്നത്. ആ ഒരു പെർസെന്റേജ് കൂടുതലാണ്. മനസ്സിലായി? ഈവൺ മൊബൈൽ ഫോണുകൾ ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടി വന്നത് എപ്പോഴാ? കൊറോണ കാലഘട്ടത്തിലാണ് അല്ലെ? അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോഴാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചു, കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇതിനകത്ത് നോക്കിയിരുന്ന് പഠിച്ചു. പക്ഷെ ഇവരുടെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ കുറച്ച് ദിവസമൊക്കെ അത് പഠിക്കാൻ ഉപയോഗിച്ചു. പിന്നീട് അവർ കൂടുതൽ സമയം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? എന്തെങ്കിലും ഗെയിമൊക്കെ അതിനകത്ത് കയറ്റിയിട്ട് അതൊക്കെ ഇരുന്ന് കളിക്കാൻ നോക്കി അല്ലെ? ഇപ്പൊ കുറച്ച് ഗെയിമിന് ഒരു ഇച്ചിരി കുറവുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓരോ യൂട്യൂബേഴ്സ് ഓരോ ഇടുന്ന വീഡിയോസ് ഇങ്ങനെ കാണുന്നല്ലേ, തോണ്ടി കാണുന്നതാ. എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്താലും അവര് കൂടുതലും ചിലപ്പോ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അതേ അതിനകത്ത് ഉണ്ട്, അത് സെർച്ച് ചെയ്ത് നോക്ക്, അവിടെ ഉണ്ട് അതിന്റെ ആൻസർ നിനക്ക് കിട്ടും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ ഫാദർ ആൻഡ് മദർ ഗൂഗിൾ ആണല്ലോ ഇപ്പൊ. എന്തെങ്കിലും സംശയം വന്ന ഒരു വേർഡിന്റെ മീനിങ് പോലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ എടുത്ത് നോക്കുകയാണ്. അത് ചിന്തിക്കണില്ല അവര്. എന്നാൽ ചിന്തിച്ച് അത് മനസ്സിലാക്കി ഓർത്തെടുക്കാൻ ഓർമ്മിക്കാനായിട്ട് ഒന്ന് ബാക്കിലേക്ക് ഓർത്തെടുക്കാൻ അവര് ശ്രമിക്കുന്നില്ല, ട്രൈ ചെയ്യുന്നില്ല. ഇതൊക്കെ നേരത്തെ പഠിച്ച കാര്യങ്ങളായിരിക്കാം. ഒന്ന് ഓർത്ത് നോക്കുക എന്താണത്. ഇപ്പൊ നമ്മള് ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് ക്ലാസ്സിൽ എടുത്തത്? ഇന്നതെടുത്തു, ഇംഗ്ലീഷ് ഇന്ന ലെസൺ എടുത്തു. സോ വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദ ലെസൺ? ആ ലെസണിന്റെ കണ്ടന്റ് എന്താണ് അതിനകത്ത് ഒന്ന് പറഞ്ഞാൽ മതി. എന്താണത്? അതിനകത്ത് എന്തെങ്കിലും ഇംഗ്ലീഷ് ആകുമ്പോ ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഒരു കഥയാണെങ്കിൽ ആ കഥയുടെ കണ്ടന്റ് എന്താടാ അല്ലെങ്കിൽ എന്താടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞല്ലോ ടീച്ചർ, ഇതിപ്പോ എന്താണ്, ഇത് എന്താവും ഇതിനകത്ത്, ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഒന്ന് വായിച്ചു നോക്ക് എന്താണ് അതിനകത്ത്. ആ വായിച്ച് കുറച്ച് പാരഗ്രാഫിലേക്ക് എത്തുമ്പോഴേക്കും എങ്കിലും ഓർത്തെടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, അതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെജോറിറ്റി കുട്ടികളും ഒരു 50% ഓഫ് ദ ക്ലാസ് അത് കേട്ടിട്ടുണ്ട്. ടീച്ചർ വായിച്ചു, പഠിപ്പിച്ചു, ആ ലെസൺ എടുത്തു, അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത്, പക്ഷെ എങ്കിലും വീട്ടിലേക്ക് എത്തിയിട്ടും എപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, മറന്നുപോയി. അത്രയും വരെ നമുക്ക് അവരുടെ ആ ഒരു മെമ്മറി പവറിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഇതുപോലുള്ള ഈ പറയുന്ന മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കുറെ വീഡിയോസ് ഇവരുടെ ഇങ്ങനെ കിടക്കുകയാണെന്ന് അറിഞ്ഞ്. അപ്പൊ അതാണ് അവിടെ കിടക്കുന്നത്. അതായത് ഇതൊക്കെ വീഡിയോസ് അല്ലേ, മറ്റേത് വായിച്ചതല്ലേ, എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചതാണ്. അത് നമ്മളുടെ മെമ്മറിയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷൻസിന്റെ ആ ഒരു കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? വിഷൻസ് അവിടെ കൂടുതൽ. അതുകൊണ്ടാണല്ലോ നമ്മള് സിനിമകൾ കാണുമ്പോൾ സിനിമയുടെ കഥയൊന്നും പെട്ടെന്ന് മറക്കൂല. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഇക്കണോമിക്സിന്റെ എന്തെങ്കിലും സാധനത്തിൽ തന്നെ പോയിട്ട് അവിടെ പഠിച്ചിട്ട് അതൊന്നും നമുക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല. എന്തൊക്കെ പഠിച്ചു വന്നു അവിടെ അല്ലേ, അതേ പറയുമ്പോ നമ്മള് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് അങ്ങനെ അങ്ങോട്ട് ഓർക്കണില്ല എന്താണ് സംഭവം ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മള് ബുക്ക് എടുത്ത് വീണ്ടും റെഫർ ചെയ്യേണ്ടി വരും. പക്ഷെ അതല്ല, മറ്റേ സിനിമ അങ്ങനെയല്ല, വീണ്ടും എടുത്ത് കാണണോ, ആ സിനിമയുടെ കഥ ഇതന്നതാണ്. കാരണം അതാണ് വിഷ്വലും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന റിട്ടേൺ നോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം. കുട്ടികൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മള് ഈ പറഞ്ഞ പോലെ കുട്ടികളോട് സ്നേഹത്തോടെ എപ്പോഴും ചെന്ന സ്നേഹത്തോടെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവര് ശരിയാണ്, അവര് ആവശ്യത്തിന് റെസ്പെക്ട് തരും. പക്ഷെ അത് പിന്നീട് അവരത് മുതലെടുക്കും. ടീച്ചർ കുഴപ്പമില്ല, ടീച്ചർ നമ്മളെ അങ്ങനെയൊന്നും പറയില്ല, ചീത്ത പറയില്ല. പക്ഷെ അതേസമയം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇതാക്കുമ്പോ ആ ടീച്ചറിന്റെ സബ്ജക്ട് നീ നാളെ അത് ചെയ്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചറിന്റെ പെട കിട്ടും, അല്ലെങ്കിൽ ടീച്ചറിന്റെ പെടങ്ങും, അല്ലെങ്കിൽ ടീച്ചർ അവിടെ എഴുന്നേപ്പിച്ചിരുത്തും എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. പക്ഷെ ഇപ്പൊ പെടയൊന്നുമില്ല. പെടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ടീച്ചേഴ്സ് കുറച്ച് വഴക്കൊക്കെ പറയും. അവിടെ പുറത്തിറക്കി കുറച്ചു നേരമൊക്കെ നിർത്തും. ഇത്തിരി നമുക്ക് കയറി എന്നോളാൻ പറയണം. മുഴുവൻ നേരം അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവിടെ നിന്ന് അവിടെ ചെല്ലുമായിരിക്കും. അതുകൊണ്ടേ അപ്പൊ ഇത് ശരിയാണ്. ഇവരുടെ ഒരു എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഇവര് എങ്ങനെ ഒരു
ഇതിൽ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ടീച്ചേഴ്സ് ആകാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചൊക്കെ വെച്ചോ. നമ്മള് എങ്ങനെയാ ഹൗ ടു ഹാൻഡിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ കേട്ടോ. അപ്പൊ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ സ്കൂളിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരുക്കങ്ങൾ നമ്മളുടെ മനസ്സിനെയും ഇതിനെയൊക്കെ നമ്മളുടെ മൈൻഡിനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാ, പഠിപ്പിക്കുക. ഇങ്ങനെയായിരിക്കും ഞാൻ കുട്ടികളോട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ സ്വന്തമായിട്ട് സ്വയം ഡെവലപ്പ് ചെയ്തെടുത്തോണ്ടാ, സെൽഫായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ചിലപ്പോ ഒത്തിരി നല്ല നല്ല ആശയങ്ങൾ, കാരണം എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്നവരാ. ഞാൻ ചിന്തിക്കണ പോലെ ആവണമെന്നില്ല വേറെ ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടേതായ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്റെ കുട്ടികളെ ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കും, ഡിസിപ്ലിൻഡ് ആക്കി പഠിപ്പിക്കുന്ന കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും. ഞാനിത് എന്താ പറയാ, ഒരു കുട്ടീനെ കണ്ട അതെ അത് ആ ടീച്ചറിന്റെ കുട്ടിയാണ്, ആ ടീച്ചറിന്റെ കുട്ടി ആയതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് മറ്റുള്ളവർ പറയാനിടയാക്കണം. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്ത് എടുത്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് വൈൻഡപ്പ് ചെയ്യുന്ന ആള്? ആരാ? വേഗം വേഗം. ഇല്ല, ആരുമില്ല. ഒരു താങ്ക്സ് പറയാൻ ആരുമില്ല. ഉള്ളവരൊക്കെ പോയോ? നോബഡി? റിയ ഉണ്ടോ? നന്ദി പറയോ? സർ, ഞാൻ പറയാം. വാങ്ങിക്കേണ്ടി വരും നന്ദി. യെസ്, ശരി. ഓക്കെ. Good afternoon, everyone. I would like to extend our heartfelt gratitude to Nisha ma'am. Your time, effort, and insight made this truly valuable for all of us. We appreciate your support and look forward to learning more from you. Thank you once again. Okay, thank you all of you. Bye. അടുത്ത ദിവസം. Thank you, Miss. Okay, thank you. Thank you, ma'am.